ത്രിയേക ദൈവത്തിൻ്റെ തന്നെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദിവ്യബോധനം പഠന പദ്ധതിയുടെ ഭാഗമായുള്ള 19ാമത്തെ പുസ്തകം ആധുനിക ഭാരതസഭ എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള പഠനമാണ് നാം ഇപ്പോൾ നിർവഹിക്കുന്നത്. ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് പ്രശസ്ത ചരിത്രകാരനും വേദശാസ്ത്രജ്ഞനും മലങ്കര സഭാംഗവും പണ്ഡിതനുമായിരുന്ന ഫാദർ ഡോക്ടർ വി.സി. സാമുവേലാണ്. 18ാം നൂറ്റാണ്ട് മുതലുള്ള ഭാരതസഭയുടെ ചരിത്രം ഈ പുസ്തകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. റോമൻ കത്തോലിക്ക, മലങ്കര പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങളുടെയെല്ലാം ചരിത്രം ഇതിൽ സംക്ഷിപ്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വസ്തുനിഷ്ഠമായി ചരിത്രം അവതരിപ്പിക്കുന്ന ഈ പുസ്തകം പുതിയൊരു ദിശയിലേക്ക് നമ്മെ നയിക്കുന്നു. കൃത്യതയോടുകൂടി ചരിത്ര സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നതിനും വിശദീകരിക്കുന്നതിനും അദ്ദേഹം താല്പര്യം കാണിച്ചിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും പറയുന്നില്ല, എന്നാൽ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ സംഗ്രഹം ഇതിലൂടെ നൽകുന്നു. ദിവ്യബോധനം പഠന പദ്ധതിയിലെ സഭ വളരുന്നു എന്ന ഗ്രന്ഥത്തിൻ്റെ 2ാം വാല്യമായിട്ടാണ് ആധുനിക ഭാരതസഭ എന്ന ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഭാഗ്യസ്മരണാർഹനായ വി.സി. ശാമുവേലച്ചൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പുസ്തകം 4 യൂണിറ്റുകളായി വിഭജിച്ചിരിക്കുന്നു. ഓരോ യൂണിറ്റുകളിലും ഓരോ കാലയളവിൽ മലങ്കരയിലെ സുറിയാനി സഭകൾ, റോമൻ കത്തോലിക്ക സഭ, പ്രൊട്ടസ്റ്റൻ്റ് സഭ ഇങ്ങനെ വിഭജിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നാം പഠനം നടത്തുന്നത് ആദ്യം കത്തോലിക്ക സഭയെക്കുറിച്ചും, രണ്ടാമതായി മലങ്കരയിലെ സുറിയാനി സഭയെക്കുറിച്ചും, മൂന്നാമതായി പ്രൊട്ടസ്റ്റൻ്റ് സഭകളെക്കുറിച്ചും ഈ ഓരോ സഭകളുടെയും ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ, ചരിത്രത്തെയും സംബന്ധിച്ചുമാണ്. ആദ്യമായി ഇന്ത്യയിൽ റോമൻ കത്തോലിക്ക സഭ നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. പോർച്ചുഗീസ് അധിനിവേശം ഇന്ത്യയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ, നിർണായകമായ ഒരു സംഭവമായിരുന്നു. പോർച്ചുഗീസ് അധിനിവേശത്തെ തുടർന്ന് ഇന്ത്യയിൽ കത്തോലിക്ക സഭ രൂപപ്പെട്ടു. പെദ്രോ ആദോ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജകീയ പിന്തുണയുള്ള മിഷണറി ദൗത്യമാണ് റോമൻ കത്തോലിക്ക സഭ ആദ്യകാലത്ത് ഇന്ത്യയിൽ നിർവഹിച്ചിരുന്നത്. എന്നാൽ പിന്നീട് റോമിലെ പാപ്പായുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രൊപ്പഗാൻഡ മിഷൻ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു. പെട്രോ ആഡോ, പ്രൊപ്പഗാൻഡ എന്നീ മിഷനുകൾ തമ്മിൽ സംഘർഷം മെല്ലെ രൂപപ്പെട്ടു. അനേകം കത്തോലിക്ക മിഷണറി സംഘങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. 17ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി ഇന്ത്യയിലെ പോർച്ചുഗീസ് അധിനിവേശം ദുർബലമായി തുടങ്ങിയപ്പോൾ ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഇന്ത്യയിലേക്ക് കടന്നു വന്നു. അങ്ങനെ പെദ്രോ ആഡോ മിഷൻ പതുക്കെ ദുർബലമായി. 16ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിലെ പുരാതന ക്രിസ്ത്യാനികളായ സെൻറ് തോമസ് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ മലങ്കര നസ്രാണികൾ ഈ പോർച്ചുഗീസ് റോമൻ കത്തോലിക്ക സ്വാധീനത്തിൽ വിഭജിതമാകുന്നതാണ് നാം കാണുന്നത്. അതിൽ സുപ്രധാനമായ സംഭവങ്ങൾ 1599 ഉദയംപേരൂർ സുന്നകദോസും 1653 കൂനൻകുരിശ് സത്യവുമാണ്. കേരളത്തിൽ കത്തോലിക്ക സഭ ഇങ്ങനെ രൂപപ്പെടുന്നു. തദ്ദേശീയ നേതൃത്വത്തിനും ആരാധനാ ശൈലിക്കും കൂനൻകുരിശ് സത്യത്തിന് ശേഷം കേരളത്തിലെ റോമൻ കത്തോലിക്കർ ശ്രമിക്കുന്നതാണ് നാം കാണുന്നത്. യൂറോപ്പിലെ വിവിധ സന്യാസ സമൂഹങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ ഭാഗമായി പെദ്രോ ആദോ, പ്രൊപ്പഗാൻഡ മിഷനുകൾ തമ്മിൽ പോരാട്ടം തുടങ്ങി. തദ്ദേശീയ നേതൃത്വത്തെ അംഗീകരിക്കുവാൻ റോമുമായി നിരന്തരം ചർച്ചകൾ നടന്നു. എന്നാൽ കേരളത്തിലെയും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെയും റോമൻ കത്തോലിക്കരെ നിയന്ത്രിച്ചിരുന്നത് യൂറോപ്യന്മാർ തന്നെയായിരുന്നു. അതിനാൽ ജനങ്ങൾ ഓരോ കക്ഷികളോടും ചേർന്ന് വിഭജിതരായി നിലനിന്നു. പൗരസ്ത്യ സഭയുടെ ബന്ധം ഈ കാലയളവിൽ പുതുക്കാൻ വേണ്ടി റോമൻ കത്തോലിക്ക സഭയോട് ചേർന്ന് നിന്ന മലങ്കര നസ്രാണികളിലെ വിഭാഗം ശ്രമിച്ചു. എന്നാൽ ഈ
താല്പര്യത്തെ കൽദയ പ്രേമം എന്ന ലേബലിട്ടാണ് റോമൻ കത്തോലിക്കർ വിളിച്ചിരുന്നത്. റോമിൽ നിന്നും നിയോഗിക്കുന്ന അപ്പോസ്തോലിക വികാരിമാർ കത്തോലിക്കരെ നയിച്ചു വന്നു. 1896 മുതൽ തദ്ദേശീയരായ മേൽപ്പട്ടക്കാർ കേരളത്തിലെ കത്തോലിക്ക സഭയെ നിയന്ത്രിക്കുവാൻ തുടങ്ങി. ലത്തീൻ ആധിപത്യത്തിൽ കൊല്ലം, മംഗലാപുരം, വരാപ്പുഴ എന്നീ രൂപതകൾ രൂപീകൃതമായി. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കോട്ടയം കേന്ദ്രമാക്കി കനാനായ കത്തോലിക്കർക്ക് വേണ്ടി ഒരു ഭദ്രാസനം രൂപീകരിക്കപ്പെട്ടു. ഗോവയിൽ അപ്പോഴും പെദ്രോവാദോ പ്രൊപ്പഗാണ്ട സംഘർഷം തുടർന്നു വന്നു. എന്നാൽ റോമിൻ്റെ ഇടപെടലിനെ തുടർന്ന് ഗോവയിലും സമീപ പ്രദേശങ്ങളിലും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. പെദ്രോവാദോ മിഷൻ്റെ ശക്തി കുറയുകയും റോമൻ പാപ്പായുടെ പിന്തുണയോടെയുള്ള പ്രൊപ്പഗാണ്ട മിഷൻ ശക്തിപ്പെടുകയും ചെയ്തു. ഈ പുനഃസംവിധാനം ഇന്ത്യയിലെ റോമൻ കത്തോലിക്ക സഭയുടെ വികാസത്തിന് ഇടയാക്കി. 1930 മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മെത്രാനായിരുന്ന ബദനിയുടെ ഗീവർഗീസ് മാർ ഈവാനിയോസ് റോമൻ കത്തോലിക്ക സഭയിൽ ചേർന്നു. അദ്ദേഹത്തോടൊപ്പം ചില വ്യക്തികളും ചേരുകയും സാവധാനം സീറോ മലങ്കര കത്തോലിക്ക സഭ രൂപീകൃതമാവുകയും ചെയ്തു. ലത്തീൻ കത്തോലിക്കരും ഇന്ത്യയുടെ തീരപ്രദേശത്തും മറ്റിടങ്ങളിലുമുള്ളവർ അവർ മെത്രാസനങ്ങളും മിഷൻ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തി. ഇന്ത്യയിലെ റോമൻ കത്തോലിക്കർ അനേകം സെമിനാരികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും സ്ഥാപിച്ചു. സന്യസ്തരുടെ വലിയൊരു പിന്തുണ ഈ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. രൂപതകളും അതിരൂപതകളും സ്ഥാപിക്കപ്പെട്ടു. 1944 രൂപം കൊണ്ട കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ CBCI ഇന്ത്യയിലെ ലത്തീൻ കത്തോലിക്കരുടെയും സീറോ മലബാർ കത്തോലിക്കരുടെയും സീറോ മലങ്കര കത്തോലിക്കരുടെയും ഈ ഐക്യത്തിനും ഒന്നിച്ചുള്ള പ്രവർത്തനത്തിനും ചുക്കാൻ പിടിക്കുന്നു. ഇന്ത്യയിലെ കത്തോലിക്ക സഭാസമൂഹങ്ങൾ ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്ന വേദിയായി CBCI മാറുന്നു. ഇന്ന് ഭാരതത്തിലെ റോമൻ കത്തോലിക്ക സഭയുടെ സ്വാധീനം 3 വിഭാഗങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലത്തീൻ വിഭാഗം, സീറോ മലബാർ വിഭാഗം. ആ വിഭാഗം ഇപ്പോൾ കൽദയ പശ്ചാത്തലത്തിലേക്ക് അല്ലെങ്കിൽ പൗരസ്ത്യ പശ്ചാത്തലത്തിലേക്ക് മെല്ലെ ചുവട് വെച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പാശ്ചാത്യ സുറിയാനി ആരാധനക്രമങ്ങൾ സ്വീകരിക്കുന്ന സീറോ മലങ്കര കത്തോലിക്ക സഭ. ഇങ്ങനെ 3 വിഭാഗങ്ങളായി ഇന്ത്യയിൽ വളരെ സവിശേഷവും ശക്തവുമായ പ്രവർത്തനങ്ങൾ റോമൻ കത്തോലിക്ക സഭ നിർവഹിക്കുന്നു. രണ്ടാമതായി മലങ്കരയിലെ സുറിയാനി സഭകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 1599 ഉദയംപേരൂർ സുന്നകദോസിനെ തുടർന്ന് കേരളത്തിലെ നസ്രാണികൾ 2 വിഭാഗമായി വിഭജിതരാകുന്നു. റോമൻ ആധിപത്യത്തെ അംഗീകരിക്കുന്നവരും അതിനോട് വിഘടിച്ചു നിൽക്കുന്നവരും. 1653 കൂനൻകുരിശ് സത്യത്തോടുകൂടി ഈ വിഭജനം പൂർണ്ണമായി. അതിൽ ഒരു വിഭാഗം റോമൻ കത്തോലിക്ക സഭയോടും അതിൻ്റെ വിശ്വാസാചാരങ്ങളോടും ചേർന്ന് നിന്നു. മറ്റൊരു വിഭാഗം പൗരസ്ത്യ ആരാധനയോട് താല്പര്യപ്പെട്ടു. ആ വിഭാഗം 1665 മുതൽ അന്ത്യോക്യൻ സിറിയൻ ഓർത്തഡോക്സ് സഭയുമായി ബന്ധം ആരംഭിച്ചു. എന്നാൽ കാലക്രമേണ അന്ത്യോക്യൻ സഭ ഈ മലങ്കരയിലെ സുറിയാനി വിഭാഗത്തിൻ്റെ മേൽ ആധിപത്യത്തിനുള്ള ശ്രമങ്ങൾ തുടങ്ങി. എന്നാൽ സ്വയം ഭരണാവകാശം പരിരക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ മലങ്കരയിലെ സുറിയാനി ക്രിസ്ത്യാനികൾ തുടർന്നു. ആദ്യകാലത്ത് അർക്കദിയാക്കോന്മാരായിരുന്നു മലങ്കര നസ്രാണികളെ നയിച്ചിരുന്നത്. എന്നാൽ കൂനൻകുരിശ് സത്യത്തെ തുടർന്ന് മാർത്തോമ മെത്രാന്മാർ, അവർ തദ്ദേശീയരാണ്, അവർ ഭരണത്തിലേക്ക് വന്നു. റോമൻ കത്തോലിക്ക മിഷനറിമാർ അവരുടെ അധിനിവേശ ശ്രമങ്ങൾ അന്ത്യോക്യൻ ഓർത്തഡോക്സ് സഭയുടെ അധിനിവേശ ശ്രമങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായ അധിനിവേശ ശ്രമങ്ങളെ ചെറുത്തുകൊണ്ട് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ മുന്നോട്ട് പോയി. മാർത്തോമ ആറാമൻ അദ്ദേഹം ദിവന്നാസ്യോസ് എന്ന പേരിൽ
മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് ഉയർന്നു. റോമൻ കത്തോലിക്കർ ഈ തദ്ദേശീയ സുറിയാനി സഭയെ കീഴ്പ്പെടുത്തുവാൻ ഉള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും തുടർന്നിട്ടുണ്ട്. 1751 വന്ന അന്ത്യോക്യൻ മേൽപ്പട്ടക്കാരന്മാർ ഗ്രിഗോറിയോസ് കാട്ടുമങ്ങാട്ട് കുര്യൻ കത്തനാരെ മാർ കൂറിലോസ് എന്ന പേരിൽ വാഴിച്ചു. ഇതേ തുടർന്ന് ഭൂരിപക്ഷ വിഭാഗം മാർ കുറിലോസിനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും എതിർത്തു. അതേ തുടർന്ന് അവർ കുന്നംകുളത്തെ ആഞ്ഞൂർ അഥവാ തോഴിയൂർ എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇത് തോഴിയൂർ സ്വതന്ത്ര സുറിയാനി സഭയുടെ രൂപീകരണത്തിന് കാരണമായി. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ സ്ഥാപിതമായ ആംഗ്ലിക്കൻ ബന്ധം പുരോഗമനപരമായ പല കാര്യങ്ങളിലേക്കും മലങ്കര നസ്രാണികളെ നയിച്ചു. കോട്ടയത്തെ പഴയ സെമിനാരി അല്ലെങ്കിൽ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ സ്ഥാപനവും വേദപുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയും ഇതിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. എന്നാൽ സാവധാനം പ്രൊട്ടസ്റ്റൻ്റ് രീതികൾ മലങ്കരയിൽ ആവിഷ്കരിക്കുന്നതിനു വേണ്ടി ഈ മിഷണറിമാർ ശ്രമിച്ചു. അതേ തുടർന്ന് മലങ്കരയിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ഈ പ്രൊട്ടസ്റ്റൻ്റ് ശ്രമങ്ങളോട് വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഒരു പ്രതികരണം ഇതിനോട് പൂർണ്ണമായ എതിർപ്പായിരുന്നു. എന്നാൽ മറ്റൊരു പ്രതികരണം ഇതിനോട് സമരസപ്പെടുക എന്നുള്ളതായിരുന്നു. എതിർക്കുന്ന വിഭാഗവും സമരസപ്പെടുന്ന വിഭാഗവും തമ്മിൽ പോരാട്ടം തുടർന്നു. 1836 മാവേലിക്കര സുന്നകദോസ് അല്ലെങ്കിൽ മാവേലിക്കര പടിയോലയെ തുടർന്ന് പ്രൊട്ടസ്റ്റൻ്റ് രീതികളെ മലങ്കരയിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ശക്തമായി എതിർത്തു. എന്നാൽ പ്രൊട്ടസ്റ്റൻ്റ് രീതികളെ പിന്തുടർന്നവർ മറ്റൊരു വിഭാഗമായി നിലകൊണ്ടു. 1840 കൊച്ചി പഞ്ചായത്തിൻ്റെ വിധിയെ തുടർന്ന് മലങ്കര സഭയും പ്രൊട്ടസ്റ്റൻ്റ് മിഷനും തമ്മിൽ ഉള്ള വിഭജനം പൂർണ്ണമായി. മലങ്കരയിൽ പ്രൊട്ടസ്റ്റൻ്റ് രീതികൾ സാവധാനം കടന്നു വരുവാൻ തുടങ്ങിയതോടുകൂടി അതിനെ മലങ്കര സഭയുടെ നേതൃത്വം തടഞ്ഞു. ഇത് പ്രൊട്ടസ്റ്റൻ്റ് ചായ്വുള്ള മലങ്കര മാർത്തോമാ സഭയുടെ സ്ഥാപനത്തിന് കാരണമായി. മെല്ലെ മെല്ലെ മലങ്കര സഭയും ആംഗ്ലിക്കൻ സഭയും തമ്മിലുള്ള ബന്ധം വഷളായി. പ്രൊട്ടസ്റ്റൻ്റ് ബന്ധം വിച്ഛേദിക്കുവാനും മലങ്കര സഭയുടെ പൗരസ്ത്യ പാരമ്പര്യം നിലനിർത്തുവാനുമുള്ള ശ്രമങ്ങൾ എക്കാലവും ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പാലക്കുന്നത്ത് മാത്യൂസ് ഷെമ്മാശൻ അന്ത്യോക്യ പാത്രിയർക്കീസിൻ്റെ അരികിൽ നിന്നും മാത്യൂസ് മാർ അത്താനാസ്യോസ് എന്ന പേരിൽ മെത്രാൻ സ്ഥാനം സ്വീകരിച്ചു വന്നത് മലങ്കരയിൽ വീണ്ടും വിഭജനത്തിന് കാരണമായി. ഇതിനെ തടയുന്നതിനു വേണ്ടി പത്രോസ് മൂന്നാമൻ പാത്രിയർക്കീസ് മലങ്കരയിലെത്തി. അദ്ദേഹം മുളന്തുരുത്തി സുന്നകദോസ് വിളിച്ചുകൂട്ടി. 1865 പുലിക്കോട്ടിൽ രണ്ടാമൻ ജോസഫ് ദിവന്നാസ്യോസ് മെത്രാപ്പോലിത്ത സ്ഥാനമേറ്റു. അദ്ദേഹവും അന്ത്യോക്യൻ പാത്രിയർക്കീസ് പത്രോസ് മൂന്നാമനും തൃതീയനും ചേർന്ന് നവീകരണ ശ്രമങ്ങളെ തടഞ്ഞു. എന്നാൽ മുളന്തുരുത്തി സുന്നകദോസ് അന്ത്യോക്യൻ അധിനിവേശത്തെ അംഗീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് മലങ്കര സഭയെ 7 ഭദ്രാസനങ്ങളായി വിഭജിക്കുകയും മെത്രാന്മാരെ വാഴിക്കുകയും ചെയ്തു. 1889 റോയൽ കോടതി വിധിയോടുകൂടി മലങ്കരയിൽ മാർത്തോമാ സുറിയാനി സഭ രൂപപ്പെട്ടു. മലങ്കര അന്ത്യോക്യൻ ബന്ധം തുടർന്നു. എന്നാൽ മെല്ലെ അതും വഷളായി. ഈ കാലയളവിൽ അന്ത്യോക്യൻ പാത്രിയർക്കീസ് ആയിരുന്ന അബ്ദുള്ള അദ്ദേഹം വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് മലങ്കര മെത്രാപ്പോലിത്തായെ മുടക്കുന്നു. അതേ തുടർന്ന് മലങ്കര സഭയുടെ സ്വയം ശീർഷകത്വവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിനായി 1912 കാതോലിക്കേറ്റ് സ്ഥാപിതമായി. അന്ത്യോക്യൻ പാത്രിയർക്കീസ് ആയിരുന്ന അബ്ദേദ് മശിഹ പാത്രിയർക്കീസ് മലങ്കരയിലെത്തുകയും മുറിമറ്റത്തിൽ പൗലോസ് മാർ ഈവാനിയോസ് മെത്രാപ്പോലിത്തായെ പൗലോസ് പ്രഥമൻ ബസേലിയോസ് പൗലോസ് പ്രഥമൻ എന്ന പേരിൽ കാതോലിക്കായി വാഴിക്കുകയും ചെയ്തു. അതേ തുടർന്ന് കോടതി വ്യവഹാരങ്ങൾ പലതുമുണ്ടായി. 1958 ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. അതേ തുടർന്ന് മെത്രാൻ കക്ഷി എന്നറിയപ്പെടുന്ന
ഓർത്തഡോക്സ് വിഭാഗം വിജയിച്ചു. പാത്രിയർക്കീസ് കക്ഷി അല്ലെങ്കിൽ ബാവ കക്ഷി എന്നറിയപ്പെടുന്നവർ പരാജയപ്പെട്ടു. ഇതേ തുടർന്ന് സഭയിൽ 1958 യോജിപ്പുണ്ടായി. എന്നാൽ വീണ്ടും തർക്കങ്ങൾ രൂപപ്പെടുകയും 1970 അത് മൂർച്ഛിക്കുകയും ചെയ്തു. യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസിൻ്റെ വിവാദപരമായ കൽപ്പനയെ തുടർന്നാണ് ഈ ബന്ധം വിച്ഛേദിക്കപ്പെടുവാൻ കാരണമായി തീർന്നത്. മാർത്തോമാ ശ്ലീഹായുടെ പട്ടത്വത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു. ഇത് മലങ്കര സഭയുടെ സ്വയം നിർണയകത്വത്തെയും സ്വകീയതയെയും വെല്ലുവിളിക്കുന്നതായി ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുഭവപ്പെട്ടു. കാതോലിക്കേറ്റിൻ്റെ സംരക്ഷണത്തിനും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനും വൈദേശിക അധിനിവേശ ശ്രമങ്ങളെ ചെറുക്കുന്നതിനുമായി താൽപ്പര്യപ്പെട്ടു. അനധികൃത മെത്രാൻ വാഴ്ചകൾ നടത്തുന്നത് തടയുകയും സഭയുടെ സ്വാതന്ത്ര്യവും പൗരസ്ത്യമായ സ്വയം ശീർഷകത്വവും സംരക്ഷിക്കുകയും ചെയ്യണം എന്ന താൽപ്പര്യത്തിൻ്റെ ഭാഗമായി അന്ത്യോക്യൻ പാത്രിയർക്കീസിൻ്റെ ഇടപെടലുകളെ ശക്തമായി എതിർത്തു. ഇങ്ങനെ മലങ്കര സഭ അതിൻ്റെ ചരിത്രത്തിൻ്റെ നിർണായകമായ ഒരു ദിശയിലേക്ക് 1970 മുതൽ മുന്നോട്ട് പോയി. യാക്കോബായ വിഭാഗം എന്ന പേരിൽ അന്ത്യോക്യൻ പാത്രിയർക്കീസിനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗവും കാതോലിക്കേറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗവും മലങ്കരയിൽ രൂപപ്പെട്ടു. ഇതാണ് മലങ്കരയിലെ സുറിയാനി സഭയുടെ ചരിത്രമായി നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നാമത്തെ ഘട്ടം എന്നത് പ്രൊട്ടസ്റ്റന്റ് മിഷനുകളാണ്. റോമൻ കത്തോലിക്ക സഭ അതിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവർ ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ പോർച്ചുഗീസ് അധിനിവേശം ഉറപ്പിച്ച സ്ഥലങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തി. ഇതേ സമയത്ത് തന്നെ യൂറോപ്പിൽ നിന്നും പ്രൊട്ടസ്റ്റന്റ് മിഷനറിമാർ കടന്നു വരാൻ തുടങ്ങി. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ നവീകരണത്തെ തുടർന്ന് സുവിശേഷവൽക്കരണത്തിനു വേണ്ടിയുള്ള വലിയൊരു താൽപ്പര്യം യൂറോപ്പിലുടനീളം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറ്റ് യൂറോപ്യൻ കച്ചവട സംഘങ്ങളും ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ഇന്ത്യയിലെ സറാംപൂരിൽ ഡെൻമാർക്കിൻ്റെ നേതൃത്വത്തിലുള്ള മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. അവർ തന്നെ ട്രാങ്കുബാറിലും തുടങ്ങി. SPCK, SPG എന്നീ പ്രസ്ഥാനങ്ങൾ സുവിശേഷവൽക്കരണത്തെ പിന്തുണച്ചു. ബർത്തലോമിയോ സീഗൻബാഗും ഹെൻറി പ്ലൂച്ചാവും ട്രാങ്കുബാറിൽ തങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു. വില്യം ക്യാരിയും സംഘവും സെറാംപൂരിലും പ്രവർത്തനം തുടങ്ങി. ഈ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ സ്കൂളുകൾ സ്ഥാപിച്ചു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകി. അവർ ആതുരാലയങ്ങൾ തുടങ്ങി, ഓർഫണേജുകളും മറ്റ് സാമൂഹിക പ്രസ്ഥാനങ്ങളും സ്ഥാപിച്ചു. വിശുദ്ധ വേദപുസ്തകം ഇന്ത്യയിലെ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുന്നതിന്, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അവർ പരിശ്രമിച്ചു. അതോടൊപ്പം ഇന്ത്യയുടെ സാമൂഹിക സാഹചര്യത്തിലെ കറുത്ത ഏടുകളായിരിക്കുന്ന സതി ഉൾപ്പെടെയുള്ള സാമൂഹിക അനാചാരങ്ങളെ അവർ എതിർത്തു. അത് നിരോധിക്കുന്നതിന് ബ്രിട്ടീഷ് സർക്കാരിനോട് സംവാദം നടത്തി. ഇങ്ങനെ പ്രൊട്ടസ്റ്റന്റ് മിഷനുകൾ ഇന്ത്യയിലുടനീളം ആ ഒരു കാലഘട്ടത്തിലെ നിർണായകമായ ശക്തിയായി മാറിക്കൊണ്ടിരുന്നു. ഇന്ത്യയിൽ ഉടനീളം 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്തോടുകൂടി ബ്രിട്ടീഷ് അധിനിവേശം വ്യാപിച്ചു. ആദ്യകാലത്ത് കച്ചവടമായിരുന്നു അവർക്ക് പ്രധാനമായി ഉണ്ടായിരുന്നത്. നാട്ടുരാജാക്കന്മാരെ ഓരോന്നായി അവർ പരാജയപ്പെടുത്തി. ഈ ഒരു പശ്ചാത്തലത്തിൽ അനേകം മിഷണറി സമൂഹങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. CMS ചർച്ച് മിഷൻ സൊസൈറ്റി, LMS ലണ്ടൻ മിഷൻ സൊസൈറ്റി, മെത്തഡിസ്റ്റ് മിഷൻ സൊസൈറ്റി, ബാസൽ മിഷൻ എന്നിവ അവയിൽ ചിലതു മാത്രം. ആദ്യകാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് മിഷണറി പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. എന്നാൽ 1813 ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഒരു നയം വ്യതിയാനം ഉണ്ടാക്കി. അതുവഴി സുവിശേഷവൽക്കരണത്തെ പിന്തുണയ്ക്കുന്നതിന് ഗവൺമെൻറ് താൽപ്പര്യപ്പെട്ടു. അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായി.
ഉദാഹരണത്തിന് ക്ലോഡീസ് ബുക്കാനൻ കേരളത്തിലേക്ക് വന്ന് ബൈബിൾ പരിഭാഷപ്പെടുത്തുന്നതിന് താൽപ്പര്യപ്പെട്ടു. CMS മിഷണറിമാരുടെ സഹകരണം മലങ്കര സഭയോട് ചേർന്നുണ്ടായത് നമുക്ക് മുൻ ഭാഗത്ത് പരാമർശിച്ചിട്ടുണ്ടല്ലോ. തോമസ് നോർട്ടനും ബെഞ്ചമിൻ ബെയ്ലിയും ഹെൻറി ബേക്കറും ജോസഫ് ഫെന്നും കോട്ടയത്തോട് ചേർന്ന് പ്രവർത്തിച്ചു. ആംഗ്ലിക്കൻ സഭയും ഇക്കാലത്ത് ഇന്ത്യയിൽ വളർന്നു. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ ആരംഭിച്ചു. ഇന്ത്യയുടെ എല്ലാ കോണുകളിലും മിഷൻ വേലയുമായി അവർ എത്തി. അവരിൽ ചിലർ തദ്ദേശീയമായ ശൈലിയാണ് സ്വീകരിച്ചിരുന്നത്. ലൂതറൻ, മെത്തഡിസ്റ്റ്, ബാപ്റ്റിസ്റ്റ് സഭകൾ ഇന്ത്യയിൽ മിഷൻ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യൻ ഭരണകൂടം ഇതിന് പിന്തുണ നൽകി. എന്നാൽ ചില സമയങ്ങളിൽ കൃത്യമായ അകലം പാലിക്കുന്നതിനും ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ് ശ്രമിച്ചു. ഇതോടൊപ്പം ചേർന്ന് നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വിഷയമാണ് ഹൈന്ദവ സമൂഹത്തിലുണ്ടായ നവീകരണം. ഈ മിഷണറിമാരുടെ പ്രവർത്തനം കണ്ട് ഹൈന്ദവ സമൂഹത്തിലുള്ള അനേകർ ഇതിലേക്ക് ആകൃഷ്ടരായി. അവരിൽ ചിലർ സ്വന്തം സമൂഹത്തെ നവീകരിക്കുന്നതിന് മിഷണറിമാരുടെ ശൈലി പിന്തുടർന്നു. രാജാറാം മോഹൻ റോയും ബ്രഹ്മസമാജവും ആര്യസമാജവും സ്വാമി വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ മിഷനും ഒക്കെ നമുക്ക് പേരെടുത്ത് പരാമർശിക്കാവുന്ന ചിലതാണ്. മിഷണറി സംഘങ്ങൾ തമ്മിൽ ആദ്യകാലത്ത് ഒറ്റപ്പെട്ട് പ്രവർത്തിച്ചുവെങ്കിലും മെല്ലെ അവർ തമ്മിൽ ഒന്നുചേർന്ന് സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ശൈലി ആരംഭിച്ചു. 1905 നാഷണൽ മിഷണറി സൊസൈറ്റി ആരംഭിച്ചു. അത് 1912 നാഷണൽ മിഷണറി കൗൺസിൽ എന്ന പേര് മാറ്റം സ്വീകരിച്ചു. 1922 അത് നാഷണൽ ക്രിസ്ത്യൻ കൗൺസിൽ എന്ന പേര് സ്വീകരിച്ചു. ക്രിസ്തീയ സമൂഹത്തിലേക്ക് കടന്നു വന്ന ഭാരതീയരായ അനേകർ സുവിശേഷ പ്രചരണത്തിന് താൽപ്പര്യം കാണിച്ചു. അതിലൊരു ഉദാഹരണമാണ് സാധു സുന്ദർ സിംഗ്. മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിച്ച് ഭാരതത്തിലുള്ള ജനങ്ങളെ യേശുക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതിന് അവർ താൽപ്പര്യപ്പെട്ടു. യൂറോപ്യൻ ബന്ധത്തിൽ കേരളത്തിലെ തദ്ദേശീയമായ സഭയ്ക്കും വലിയ മാറ്റമാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിലും മലങ്കര നസ്രാണികൾ അവരുടെ സ്വത്വവും അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ തദ്ദേശീയമായ നേതൃത്വവും സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടർന്നു. ഇതേ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട മറ്റൊരു സംവിധാനമാണ് അല്ലെങ്കിൽ ആശയമാണ് തദ്ദേശീയമായ ഭാരതീയമായ ദർശനങ്ങൾ സ്വാംശീകരിച്ച് ക്രിസ്തീയ ജീവിതവും സുവിശേഷ പ്രവർത്തനവും വേദശാസ്ത്രവും രൂപപ്പെടുത്തണം എന്ന ചിന്താധാര. പി ചെഞ്ചയ്യയും വി ചക്കരച്ചെട്ടിയും PD ദേവാനന്ദനും BC ബാനർജി അല്ലെങ്കിൽ ബ്രഹ്മബാന്ധവും AJ അപ്പാസ്വാമിയും ഇതിനുവേണ്ടി പരിശ്രമിച്ച വ്യക്തികളാണ്. വേദാന്തത്തിൻ്റെയും ഭക്തിമാർഗത്തിൻ്റെയും വെളിച്ചത്തിൽ ക്രിസ്തീയ തത്വങ്ങളെ വിശദീകരിക്കുന്നതിന് അവർ ശ്രമിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലും ക്രിസ്ത്യാനികൾ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ അവർ മാറി നിന്നിരുന്നു. എന്നാൽ മെല്ലെ അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിലേക്ക് കടന്നു വന്നു. ശക്തമായ പ്രവർത്തനമാണ് ഈ സമയത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ കാഴ്ചവെച്ചത്. എന്നാൽ ചരിത്രത്തിൻ്റെ താളുകളിൽ അത് വിസ്മരിച്ചു പോകുന്നു എന്നത് നാം ഓർത്തിരിക്കണം. ഇന്ത്യയിൽ ക്രൈസ്തവ സമൂഹത്തിൽ, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിൽ 20-ാം നൂറ്റാണ്ടിലുണ്ടായ വലിയൊരു മാറ്റമാണ് പ്രൊട്ടസ്റ്റന്റ് സഭാ സമൂഹങ്ങൾ ഒന്നുചേർന്ന് ഐക്യത്തിലേക്ക് വന്ന് ഏകസഭകളായി മാറുന്നത്. 1947 ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, 5 സഭകൾ ചേർന്ന് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യ സഭ രൂപപ്പെട്ടു. 1970 ഉത്തരേന്ത്യൻ സഭ, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ രൂപപ്പെട്ടു, CNI. ഇങ്ങനെ സഭകൾ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്, ഇന്ത്യയിലെ അവരുടെ സാക്ഷ്യ ജീവിതം ആഴമുള്ളതാക്കുന്നതിന്, കാലത്തിൻ്റെ വെല്ലുവിളികളെ ഒന്നിച്ച് നേരിടുവാൻ ഉള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി ഐക്യപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഈ സഭകൾ നിലകൊള്ളുമ്പോഴും വ്യത്യസ്തമായി റോമൻ കത്തോലിക്ക, സുറിയാനി, പ്രൊട്ടസ്റ്റന്റ് പാരമ്പര്യങ്ങളിലുള്ള സഭകൾ നിലകൊള്ളുമ്പോഴും അവ ഇപ്പോഴും
പാശ്ചാത്യ ലോകവുമായിട്ടുള്ള ബന്ധം തുടരുന്നുണ്ട്. ചില സമയങ്ങളിൽ ആ പാശ്ചാത്യ അധിനിവേശത്തെ പിന്തുണയ്ക്കുന്ന നിലപാടും സ്വീകരിക്കുന്നുണ്ട്. ഇത് ഒരു തദ്ദേശീയ സഭാസമൂഹമാണ്. പൗരസ്ത്യമായ ബന്ധം അവർക്ക് അനിവാര്യമാണ്. അതോടൊപ്പം ഇന്ത്യയിൽ ക്രിസ്തീയ സാക്ഷ്യം ഉത്തമമായി നിർവഹിക്കുന്നതിന് സഭകൾ തമ്മിലുള്ള ഐക്യം അനിവാര്യമാണ്. ഐക്യത്തിലേക്ക് നാം ചെന്നു ചേരേണ്ടുന്നതുണ്ട് എന്ന ദർശനം പങ്കുവച്ചാണ് VC ശമൂവേലച്ചൻ മനോഹരമായി ആധുനിക ഭാരത സഭയുടെ ചരിത്രം വിശദീകരിക്കുന്ന ഈ ഗ്രന്ഥം അവസാനിപ്പിക്കുന്നത്. ഭാരതസഭയുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ക്രിസ്തീയ ദൗത്യം കൂടുതൽ ഫലപ്രദമായി നിർവഹിക്കണം എന്ന ബോധ്യമാണ് നമ്മിൽ ഉണ്ടാകേണ്ടുന്നത്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.